കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രഞ്ജു പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാണ്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് രാധികാമേനെ വരുണ്യം പഞ്ഞിക്കിടുവാണ് ഗോവിന്ദന്. അപ്പൊ നാളെ ഇനിയിപ്പൊ രാധികാമേ വരുണം തിരിച്ചറിയും ആരാണ് രഞ്ജുവും ഗോവിന്ദും നമ്മളുടെ ബന്ധം എന്താന്ന്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടത് ഗീതുവിനാണെങ്കിൽ രഞ്ജുവിനെ കുറിച്ച് അറിയാഞ്ഞിട്ടൊരു സമാധാനമില്ല. രഞ്ജുവിന് എന്ത് സംഭവിച്ചു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ്. പക്ഷെ ഗോവിന്ദനെ വിളിച്ചു ചോദിക്കാൻ പറ്റില്ല. പെട്ടെന്നാണ് ഗീതുവിന്റെ മനസ്സിലേക്ക് ആ ചിന്ത വന്നേ. അജാസിക്കയാണ് കൂടെ പോയേക്കുന്നത്. ഇക്കാനെ വിളിച്ചു നോക്കിയാൽ കാര്യങ്ങൾ അറിയായിരിക്കും. പെട്ടെന്ന് ഗീതു അജാസിനെ വിളിക്കുവാണ്. അജാസ് ഈ സമയത്ത് ഗോവിന്ദന്റെ അരികെ നിൽക്കുമായിരുന്നു. ഗീതു വിളിക്കുന്നുണ്ടപ്പത്തിന് പെട്ടെന്ന് അജാസ് അങ്ങോട്ട് മാറി. എന്താ പെങ്ങളെ, എന്താ വിളിച്ചതെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ച. ഇപ്പോഴെങ്ങനെയുണ്ട് രഞ്ജുവിന്, എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം. ഐസിയിലേക്ക് മാറ്റിയേക്കുവാന്ന് പറയണം. അല്ല അതിനെന്താ സംഭവം എങ്ങനെയൊക്കെ ചോദിക്കണം. അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഇവിടെ മുമ്പ് ട്രീറ്റ്മെന്റിലായിരുന്നു രഞ്ജുവിന് കാര്യമായിട്ട് എന്തോ അസുഖം ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടെന്ന് ഗീതുവിനൊരു ഞെട്ടലുണ്ടായി. രഞ്ജുവിന് അസുഖമോ? പക്ഷെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കേട്ടില്ല. പക്ഷെ അതെന്താണെന്നും അറിയത്തില്ല. കാര്യമായിട്ട് എന്തോ അസുഖമുണ്ട്. അത് ഗോവിന്ദ് സാറിനെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഡോക്ടറോട് സംസാരിക്കുന്നത് കേട്ടപ്പം അതിൽ നിന്ന് അങ്ങനെയാ മനസ്സിലായത്. പക്ഷെ അപകടനില തരണം ചെയ്തിട്ടില്ല. ഗോവിന്ദ് സാർ ആകെപ്പാടെ അസ്വസ്ഥനായിട്ടിരിക്കുമെന്ന് പറയണേ. പിന്നീട് ഗീതുവിനോട് ചോദിച്ചു, ആ സത്യം പറ, അവിടെ എന്താ ഉണ്ടായത്, എന്താ നടന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് ഗീതു ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. തങ്ങൾ പോയി വിളിച്ചു നോക്കിയതും പക്ഷെ കഥ ആരും തുറന്നില്ല. പക്ഷെ രാധികാമ്മ അങ്ങനെ തെളിവുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം അജാസ് പറഞ്ഞു, അത് പണിയായല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ചോദിക്കാണ്. അതൊന്നും കുഴപ്പമില്ല. കാരണം അവരെങ്ങനെ ഒരു തെളിവുണ്ടാക്കിയ നല്ല കാര്യം അജാസിക്ക. കാരണം അവർക്ക് തന്നെയുള്ള കുഴി വെട്ടി. അവരാ കള്ളത്തെളിവ് ഉണ്ടാക്കിയപ്പം ഇതിനെ നമുക്ക് പ്രതിരോധിക്കാനുള്ള ശക്തമായ കാരണങ്ങൾ നമുക്കുണ്ടെന്നൊക്കെ പറയണം. പിന്നീട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അജാസിനോട് ഗീതു പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അജാസിന് മനസ്സിലായി കാര്യങ്ങളൊക്കെ. പിന്നീട് പറഞ്ഞു, എന്തെങ്കിലും ഉണ്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഞാൻ വിളിച്ച് അറിയിക്കാന്നൊക്കെ പറഞ്ഞ് അജാസ് ഫോൺ വെക്കുവാണ്. ഈ സമയത്താണ് വിജയലക്ഷ്മി അങ്ങോട്ട് ആർത്തലിച്ച് വരുന്നത്. വിജയലക്ഷ്മിനെ ഡോക്ടർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. വിജയലക്ഷ്മി വന്നു കഴിയുമ്പോൾ ഗോവിന്ദ് ഐസിയുവിന്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. ഗോവിന്ദിനെ കടത്തും വിജയലക്ഷ്മി ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ പറ്റിയത്, രഞ്ജുവിന് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഗോവിന്ദൊന്നും മിണ്ടിയില്ല. നിന്നോടാ ഗോവിന്ദ ചോദിച്ചു എന്താ പറ്റിയെന്ന്. പിന്നീട് അജാസാണ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മിക്ക് വല്ലാത്ത വിഷമമായി പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഗോവിന്ദേ, എനിക്ക് ഒരു നിമിഷം പോലെ രഞ്ജുവിനെ അവിടെ നിർത്തല്ലെന്ന്. അവൾ ആരാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആപത്ത് സംഭവിക്കുന്ന ആകുന്നേ പറഞ്ഞല്ലേ. പക്ഷെ നീ അത് കേട്ടില്ല. ഞാൻ രഞ്ജുവിനോടും വിളിച്ച് പറഞ്ഞ, അവളോട് വരാൻ വേണ്ടി പറഞ്ഞ, പക്ഷെ അവളത് അനുസരിച്ചില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പോഴും അവൾക്ക് ഈ അപകടം സംഭവിക്കില്ലായിരുന്നു. എനിക്ക് ഉറപ്പാ ആ രാധിക അവളെ ഈ പരിപാടി ചെയ്യുള്ളൂ പറയാണ്. എന്റെ ശിവേനെ ഇല്ലാതാക്കാനായിട്ട് അവൾ ശ്രമിച്ച ഒരു പക്ഷെ അവള് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, അതാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദന് ദേഷ്യം വന്നു. അല്ല നിങ്ങൾ എന്തറിഞ്ഞിട്ടേ പറയണേ, രാധികാമ നിങ്ങളോട് ആരാ പറഞ്ഞേ? അത് ചെയ്യിച്ചാരാന്നറിയാവോ? ഗീതുവാണ്. ഗീതുവിന്റെ ഏഹയും കൂടെ ചേർന്ന് അത് ചെയ്തിരിക്കുന്നത്. അതിന്റെ തെളിവുകളൊക്കെ എനിക്ക് കിട്ടിയെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മി, ഒരു കാരണവശാലും ഗീതു അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അവൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത്രയും വലിയൊരു ക്രൂരതയൊന്നും അവൾ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയാം. എന്നാൽ നിങ്ങൾ അവിടെ ഇരുന്നോളം പറയാണ്. അങ്ങനെ വിജയലക്ഷ്മിയോട് ദേഷ്യപ്പെടുക. പിന്നീട് പറഞ്ഞു, ഞാൻ പറഞ്ഞേക്കാം, ഇനിയിപ്പോൾ അവളുടെ പേരും പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വന്നേക്കല്ലേ, അല്ലെങ്കിലും നിങ്ങളെ കണ്ണെടുത്ത് അവൾക്ക് ഇഷ്ടമില്ല, പിന്നെ നിങ്ങൾ എന്ത് കാണിക്കാൻ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിജയലക്ഷ്മി പറഞ്ഞു, അവൾ എൻ്റെ മോളാ, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പറയാം. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, ആ നല്ല കഥയായി, അവളെ ഒരിക്കലും ഞാൻ വിട്ടുതരില്ല. അവള് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ടുണ്ടെങ്കിൽ നേരെ അറക്കൽ വീട്ടിലേക്കായിരിക്കും വരുന്നതെന്ന് പറയാം. വിജയലക്ഷ്മി പറഞ്ഞു, അതൊരിക്കലും നടക്കില്ല. കാരണം ഇനി അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൾ അപകടം ക്ഷണിച്ചു വരുത്തുന്നതായിരിക്കും. അവൾക്ക് അവിടെ ഒരു സേഫ്റ്റി ഇല്ല. ഇനി അവളുടെ ജീവന് ഭീഷണിയുണ്ട്. ഒരു കാരണവശാലും ഞാൻ ശിവനെ വിട്ടുതരത്തില്ലെന്ന് പറയാം. അവളുടെ അമ്മയെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ കൂടെ വരും പറയാണ്. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, നല്ല കഥയായിപ്പോയി, ഒന്ന് വിളിച്ചു നോക്ക്, അവൾ എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ പണ്ടേ വേണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ സുഖ സന്തോഷം മാത്രം മതിയായിരുന്നല്ലോ. നിങ്ങൾ എന്ത് ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുള്ളൂ. എല്ലാം ബിസിനസ് മൈൻഡിലല്ലേ നിങ്ങൾ കാണുന്നേ. ഒരു പക്ഷേ രഞ്ജുവിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന നിങ്ങൾ ആ മൈൻഡോട് കൂടി തന്നെ ആയിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിയുടെ വളരെ പരുഷമായ രീതിയിലാണ് ഗോവിന്ദ് സംസാരിക്കുന്നത്. ഈ സമയത്താണെങ്കിൽ വിജയലക്ഷ്മിക്ക് എന്ത് ചെയ്യണം നിർത്താം, ഐസുവിന്റെ മുമ്പിലായിരിക്കുന്നത്. പിന്നീട് വിജയലക്ഷ്മി ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുവാണ്. ഡോക്ടറെ കണ്ട് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ്. രഞ്ജുവിന്റെ കണ്ടീഷനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞ് ക്രിട്ടിക്കൽ സ്റ്റേജാ, ഒന്നും പറയാറായിട്ടില്ല, ICUലാണ്.
നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ ഇനി ഞാൻ പിന്നെ ആവർത്തിക്കണം എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അപ്പം മെഡിസിൻ ഒന്നും തീരാൻ പാടില്ലായിരുന്നു. മെഡിസിനൊക്കെ കൃത്യമായിട്ട് കഴിക്കണമായിരുന്നു. മെഡിസിൻ തീർന്നു പോയി കഴിഞ്ഞപ്പോഴത്തേനും അത് വാങ്ങിച്ചില്ല. ഗോവിന്ദൻ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാ. പക്ഷെ ഞാൻ വാങ്ങിച്ചാളെന്ന് പറഞ്ഞ് രഞ്ജു വരുന്നു. പക്ഷെ രാധികാമ്മ ആ മുറിയിലേക്കും കൂടെ തള്ളിയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകപ്പാടെ സമനില തെറ്റി പോലെ ആയിപ്പോയായിരുന്നു രഞ്ജുവിന്. അങ്ങനെ സംഭവിച്ചു പോയാലും മൂക്കിലൂടെ എല്ലാം ബ്ലഡ് വാർന്ന് ആകപ്പാടെ ഒരു പരുവത്തിലായി പോയായിരുന്നു. പിന്നീട് ഗോവിന്ദ് എന്ത് ചെയ്യാണ്, നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വരുന്നേ. ഈ സമയത്ത് അജാസ് വിളിച്ചിട്ട് ഗീതുവിനോട് പറഞ്ഞു വിജയലക്ഷ്മി മാഡം ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ പറയണം. അപ്പൊ ഗീതുവിനൊരു കാര്യം ഉറപ്പായി, വിജയലക്ഷ്മി മാഡം എങ്ങനെയാ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതാരാ വിളിച്ചു പറഞ്ഞെന്ന് അറിയത്തില്ല. ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ആരെങ്കിലും ആണോ വിളിച്ചു പറഞ്ഞേ. പിന്നീട് അജാസ് പറയുന്നുണ്ട് വിജയലക്ഷ്മി മാഡത്തിന് ഇവിടെ നല്ല പരിചയമുണ്ട്, ഡോക്ടർമാരെ അല്ല. അപ്പൊ അതിനർത്ഥം മുമ്പ് രഞ്ജുവിനെ കൊണ്ട് മാഡം ഇവിടെ ഒരു വന്നിട്ടുണ്ടായിരിക്കണം. ഇവിടുത്തെ ട്രീറ്റ്മെന്റ് അതൊക്കെ മാഡത്തിന് അറിയാം, ഡോക്ടർമാരെ നല്ല പരിചയമുണ്ട്. പിന്നീട് ഗീതുവിന് മനസ്സിലായി എന്തോ കാര്യമായിട്ട് അസുഖം ഉണ്ടെങ്കിൽ അത് വിജയലക്ഷ്മി മാഡത്തിനും ഗോവിന്ദേട്ടനും എല്ലാം അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗോവിന്ദൻ അങ്ങോട്ട് വന്നു കയറുന്ന അറക്കൽ വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ തന്നെ ആദ്യം രാധികാമ്മയെ വരണോ അങ്ങോട്ട് ചെന്നേ. രാധികാമ്മ ചോദിച്ചു എങ്ങനെയുണ്ട് കണ്ണ, അവക്ക് എങ്ങനെയുണ്ട്, സുഖമായെന്ന് ചോദിക്കുകയാണ്. അവര് പ്രതീക്ഷിച്ചിരുന്ന കാര്യം ഇതോടുകൂടി അവളുടെ ജീവൻ പോയി. ഇനി നമുക്ക് സന്തോഷിക്കാൻ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നായിരുന്നു. പക്ഷെ ഗോവിന്ദ് പറഞ്ഞു പ്രതീക്ഷയ്ക്ക് വകയുണ്ടമ്മേ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയി വരുന്നുണ്ട്, ICUലാന്ന് പറയണം. ഇത് കേട്ടത് ഒരു ഞെട്ടലാണ് ഉണ്ടാകുന്നത്. കാരണം അവൾക്ക് ബോധം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യാവസ്ഥ എല്ലാം അവൾ വിളിച്ചു പറയും. താനും വരുണും കൂടിയാണ് ഈ ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തങ്ങൾക്ക് ഒരു കാരണവശാൽ അറക്കൽ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കാരണവശാൽ അവൾ ഇങ്ങോട്ട് ഇനി വരില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് അത് ഭീഷണിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞതും പോകുന്നോട് അല്ല കണ്ണ, അവൾ ഡിസ്ചാർജ് ആയി കഴിയുമ്പോഴത്തേനും അവൾ എങ്ങോട്ടാ പോകുന്നത്, അവളുടെ വീട്ടിലേക്കാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു അവളുടെ വീട്ടിലേക്കല്ല, അവൾ ഇങ്ങോട്ടാ വരുന്നതെന്ന് പറയണം. അതെന്തിനാ ഇങ്ങോട്ട് വരുന്നത്, നിന്റെ ഫ്രണ്ടാന്നല്ലേ പറഞ്ഞേ, അവളുടെ വീട്ടുകാരൊക്കെ വന്നോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗോവിന്ദ് പറഞ്ഞു ഇല്ല വന്നില്ല. പിന്നെ എന്താ കണ്ണ, നീ അവരുടെ വീട്ടുകാരെ അറിയിച്ചില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞ് ഗോവിന്ദ് പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ സമയമില്ലെന്ന് പറയണം. അതെന്താ കണ്ണ നീ അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നേ, ഈ അറക്കൽ കുടുംബത്തിലേക്ക് തിരിച്ച് അവളെ കൊണ്ടുവരണമെങ്കിൽ നീ അവളുമായിട്ടുള്ള ബന്ധം എന്താന്ന് ചോദിക്കണം. ഇത് കേട്ടതും ഗോവിന്ദനൊരു ഞെട്ടലുണ്ടായി. ഗോവിന്ദൻ തിരിഞ്ഞിട്ട് പറഞ്ഞു അമ്മ എന്തിനാ ഇപ്പൊ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത്, ആദ്യം രഞ്ജുവിന് ജീവന് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്ക്, എന്നിട്ടല്ലേന്ന് ചോദിക്കണം. എനിക്കറിയണം കണ്ണ, നീ ഒരു കാര്യമല്ല നീ ഇങ്ങനെ ചെയ്യത്തില്ലെന്നറിയാം, അവൾ നിന്റെ ഫ്രണ്ടല്ല, അതിനപ്പുറം നീ അവളോട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ഈ അമ്മയോട് നീ സത്യം പറ, ഇനി നീ മറച്ചു വെക്കാൻ ശ്രമിക്കേണ്ടെന്ന് പറയണം. ഗോവിന്ദൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് മറുപടി പറയാൻ നടത്തില്ല. ഒരു വിഷയം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. ബാക്കി ഇനിയിപ്പോ താൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയ പ്രശ്നമായാലോ. ഗീതു അതറിയും. ഗീതുവിന് ചെവിയിൽ എങ്ങനെ എത്തി അതോടുകൂടി തീർന്നു. ഗോവിന്ദ് അവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഗോവിന്ദ് അങ്ങോട്ട് ഒഴിഞ്ഞു മാറുവാണ്. പക്ഷെ രാധികാമ്മയ്ക്ക് നല്ല സംശയമായി. വരുണിനോട് പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, എത്രയും പെട്ടെന്ന് അവളെക്കുറിച്ച് ഡീറ്റെയിൽസ് എടുക്കണം. അത് മാത്രമല്ല അവൾ ഒരു കാരണവശാലും ഹോസ്പിറ്റലിൽ നിന്ന് വരില്ല, പറ്റുമെങ്കിൽ അവളെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ തീർക്കണം. അവൾ ഇനി ഒരു അക്ഷരം പോലും ഗോവിന്ദനോട് പറയരുത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറക്കൽ കുടുംബത്തിന് പുറത്താന്ന് പറയണം. പിന്നീട് ഗോവിന്ദൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ഗീതു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഗീതയാണെ ഗോവിന്ദനെ കണ്ടപ്പോൾ ഒരു വിഷമവും വെപ്രാളവും ഒക്കെ വന്നു. കാരണം രാധികാമ്മ തനിക്കെതിരെ തെളിവുണ്ടാക്കി കൊടുത്തേക്കുമല്ലേ. അങ്ങനെ നേരെ ഗീതുവിന്റെ അടുത്തേക്ക് ഗോവിന്ദ് അങ്ങ് ചെല്ലുവാണ്. പെട്ടെന്ന് ഗീതു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അതിങ്ങനെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനി ഇപ്പൊ രഞ്ജുവിന് ബോധം വരും. ബോധം വന്നു കഴിയുമ്പോൾ രഞ്ജു കാര്യങ്ങളെല്ലാം നല്ല മണിമണി പോലെ ഗോവിന്ദനോട് പറഞ്ഞു കൊടുക്കും. പിന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് രാധികാമ്മയെ വരണം വീടിന് പുറത്താ. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് നിർത്തുന്നു. നന്ദി.